എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇറാൻ ഇസ്രായേൽ യുദ്ധം അതിൻ്റെ സമസ്ത സീമകളും ലംഘിച്ച് ഓരോ ദിവസം കഴിയുന്തോറും, ഒരു ദിവസം മാത്രമല്ല ഓരോ മണിക്കൂറുകൾ കഴിയുമ്പോഴും GCCയിലെ എല്ലാ രാജ്യങ്ങളിലേക്കും പടർന്ന് പന്തലിക്കുകയാണ്. കൂടാതെ അത് മാത്രമല്ല, വരും ദിവസങ്ങളിൽ യൂറോപ്പിലേക്കും ഈ ഒരു യുദ്ധം പടർന്ന് പന്തലിക്കും എന്നാണ് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന എക്സ്പേർട്ടുകൾ ഇപ്പോൾ പറയുന്നത്. അതുമാത്രമല്ല, ഓരോ ദിവസം കഴിയുന്തോറും പുതിയ പുതിയ ഡെവലപ്മെൻറ്റ്സ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതിന് സൂചന, അതിൻ്റെ വിരൽ ചൂണ്ടുന്നത് ഇതൊരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് തന്നെയാണ് എന്നാണ്. അതായത് ഇവിടെ ഇന്ത്യ, ചൈന, റഷ്യ ഈ മൂന്ന് രാജ്യങ്ങളുടെ ഒരു സ്റ്റാൻഡ് വളരെ നിർണായകമായിരിക്കും. അതിനെ ബന്ധപ്പെടുത്തിയാണ്, അതിനെ ബേസ് ചെയ്തിട്ടാണ് മൂന്നാം ലോക മഹായുദ്ധം ഉണ്ടാകൂ ഇല്ലയോ എന്ന് പറയാൻ പറ്റുന്നത്. അപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട്, അതായത് ഈ ഇറാൻ ഇസ്രായേൽ യുദ്ധവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതിയൊരു അപ്ഡേറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ബുർജ് ഖലീഫയിൽ ഏകദേശം 16 ഡ്രോൺ അറ്റാക്കുകൾ ഉണ്ടായി എന്നും 12 ഡ്രോണുകൾ അവരുടെ എയർ ഡിഫൻസ് സിസ്റ്റം തകർത്തും എന്നുള്ള റിപ്പോർട്ട് പുറത്തു വരുന്നുണ്ട്. അതായത് 2 ഡ്രോണുകൾ അതിൻ്റെ മുകൾ വശത്ത് വീണുവെന്നും പരിക്കുകളൊന്നും ആർക്കും പരിക്ക് പറ്റോ, സ്ഥാപനത്തിനോ ബിൽഡിങ്ങിനോ ഒരു കേടുപാടും ഉണ്ടായിട്ടില്ല എന്നുള്ളൊരു വാർത്തയും പുറത്തു വന്നിരുന്നു. അത് ചില അറബ് മാധ്യമങ്ങളൊക്കെ ഈ വാർത്ത നേരത്തെ ഇന്ന് വൈകിട്ടോടെ റിപ്പോർട്ട് ചെയ്തിരുന്നു. പക്ഷേ ആ ലിങ്കുകളൊക്കെ പെട്ടെന്ന് അപ്രത്യക്ഷമായി. അതായത് പെട്ടെന്ന് ഈ ബുർജ് ഖലീഫ പോലെയുള്ള ഒരു സ്ഥലത്ത്, അത് ദുബായിൽ അത്രയുള്ള സ്ഥലത്ത് ആൾക്കാരെ പാനിക് ആക്കണ്ട എന്ന് വിചാരിച്ചാണ് ഇത്തരം വാർത്തകളുടെ ഹൈഡ് ചെയ്യുന്നത്. പെട്ടെന്ന് ഡിലീറ്റ് ചെയ്ത് ഓൺലൈൻ മീഡിയയിലാണ് ആദ്യം വന്നത്. അത് ചില വിഷ്വൽസ്, ഫൂട്ടേജ് അടക്കം വന്നു എന്നുള്ള റിപ്പോർട്ടും പുറത്തു വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് സുരക്ഷ ശക്തമാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ബുർജ് ഖലീഫയുടെ സുരക്ഷാ സംവിധാനങ്ങൾ, അതായത് സൈബർ റിലേറ്റഡ് എല്ലാ കാര്യങ്ങളും ഇപ്പോൾ അമേരിക്കൻ സൈന്യം ഏറ്റെടുത്തു എന്നുള്ളൊരു വാർത്തയും അൺഒഫീഷ്യലായിട്ടുള്ള ഒരു വാർത്ത പുറത്തു വരുന്നുണ്ട്. അത് നേരത്തെ പറഞ്ഞ മാതിരി ആൾക്കാരെ പാനിക് ആക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അവിടെ ഒരു തരത്തിലുള്ള അതായത് എന്തെങ്കിലും റെസ്ട്രിക്ഷൻ ഇപ്പോൾ ഇമ്പോസ് ചെയ്തിട്ടില്ല. എല്ലാവർക്കും പ്രവേശനമുണ്ട്, ഫംഗ്ഷനിങ് പഴയതുപോലെ തന്നെയാണ്. പക്ഷേ അമേരിക്കൻ സൈന്യം സസൂക്ഷ്മം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസമാണ് സൗദിയിലെ ആരാംകോ എന്ന് പറയുന്ന ലോകത്തിലെ 2ാമത്തെ റിഫൈനറി, അതായത് ഗുജറാത്തിലെ ജാംനഗറിലെ റിലയൻസിൻ്റെ റിഫൈനറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ റിഫൈനറിയാണ് സൗദിയിലെ ആരാംകോ റിഫൈനറി. ആ റിഫൈനറി ഏകദേശം വളരെ ഭാഗികമായിട്ട് ഇറാൻ അടിച്ച് ചാമ്പലാക്കി എന്നുള്ളൊരു വാർത്ത പുറത്തു വരുന്നുണ്ട്. അതായത് ഈ റിഫൈനറിയിലേക്ക് തീപിടുത്തം ഉണ്ടായി കഴിഞ്ഞാണ്ടല്ലോ, അത് അണക്കാൻ ഭയങ്കര പാടാണ്, പെട്ടെന്ന് പറ്റില്ല. ഒരുപാട് സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ട് വേണം അണയ്ക്കാൻ വേണ്ടി ട്രൈ ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എന്താ പറയുക, അതിനുശേഷമാണ് ഇന്ന് വൈകിട്ടോടുകൂടി ബുർജ് ഖലീഫയിൽ ഡ്രോൺ അറ്റാക്ക് ഉണ്ടായി എന്നുള്ളൊരു വാർത്തയും പുറത്തു വരുന്നത്. അപ്പോൾ ഇത് വലിയ രീതിയിലുള്ള നാശത്തിലേക്ക് തന്നെയായിരിക്കും ഗൾഫ് കൺട്രീസ് പോകുന്നുള്ള സൂചന തന്നെയാണ്. അതായത് ഇപ്പോൾ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഖമേനി ശനിയാഴ്ച കൊല്ലപ്പെട്ടതിന് ശേഷം അവർക്ക് മാനം രക്ഷിക്കണമെങ്കിൽ, അമേരിക്കയ്ക്ക് ചുട്ടം മറുപടി കൊടുക്കണമെങ്കിൽ, അതുമാത്രമല്ല അമേരിക്ക എത്രയും പെട്ടെന്ന് യുദ്ധത്തിന് പിന്മാറണമെങ്കിൽ ശരിക്കും അവർക്ക് നേരിട്ട് അമേരിക്കയെ അറ്റാക്ക് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഇല്ല. അതായത് ദൂരം അത്തരം ബാരിയേഴ്സ് ഉള്ളത് കാരണം. ഇപ്പോൾ ചില ചില ഡിഫൻസ് സൈറ്റുകളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് ഇറാൻ്റെ പക്കൽ ഹൈപ്പർസോണിക് മിസൈൽസ് ഉണ്ട്. അത് ഏകദേശം 12,000 കിലോമീറ്റർ മുകളിൽ ലോഞ്ച് ചെയ്യാൻ പറ്റുന്ന കപ്പാസിറ്റിയുള്ള ഹൈപ്പർസോണിക് മിസൈൽസ് ഇറാൻ്റെ കയ്യിലുണ്ട്. അത് വാഷിംഗ്ടണിൽ, ന്യൂയോർക്കിൽ ഇടുന്നൊക്കെയുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. അതിന് സത്യാവസ്ഥ നമുക്കറിയില്ല. ഇപ്പോൾ ഒരു ഡിഫൻസ് സൈറ്റോ ഒരു രാജ്യമോ ഇറാൻ്റെ പക്കൽ ഹൈപ്പർസോണിക് മിസൈൽസ് ഉണ്ട് എന്ന് സ്ഥിരീകരിച്ചിട്ടില്ല. പക്ഷെ അവർക്ക് ഈ നാണം മറക്കാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്ന് വെച്ചാൽ, മിഡിൽ ഈസ്റ്റിലെ എല്ലാ രാജ്യങ്ങളിലും ഇവിടെ എയർബേസ് ഉള്ളൊരു രാജ്യമാണ്, സൈനിക താവളമുള്ള രാജ്യമാണ് അമേരിക്ക. അപ്പോൾ ഈ രാജ്യങ്ങളൊക്കെ അവർ സുരക്ഷ ശരിക്കും കാണുന്നത് അമേരിക്കയുടെ ആ ഒരു ബലത്തിൽ തന്നെയാണ്. ഈ GCCയിലെ ഇത്രയും ഏകദേശം 20ഓളം രാജ്യങ്ങൾക്കൊന്നും ഇത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ടൊരു ആർമി ഉണ്ട് എന്ന് പറയാൻ പറ്റില്ല. നമുക്കറിയാം സൗദി എന്തുകൊണ്ടാണ് പാകിസ്ഥാനായിട്ട് ഒരു പാക്ട് നാറ്റോ സൈൻ ചെയ്ത്, പാകിസ്ഥാന് ഡെഡിക്കേറ്റഡ് നല്ല ആർമിയുണ്ട്. അതായത് നല്ല അത്യാവശ്യം സ്ട്രോങ് ആർമി തന്നെയാണ് പാകിസ്ഥാൻ്റെ സൈനികർ. അപ്പോൾ സൗദിയെ സംബന്ധിച്ചിടത്തോളം, അതുമാത്രമല്ല പാകിസ്ഥാനെ പക്കൽ ആണവോർജ്ജമുണ്ട്. ആ ഫെസിലിറ്റീസൊക്കെ എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു കൂലി പട്ടാളത്തിന് മാതിരിയാണ് സൗദിയൊക്കെ പാകിസ്ഥാനെ കാണുന്നത്. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ ഇപ്പോൾ പെട്ടെന്ന് അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ, ഇറാൻ തുരുതുര മിസൈൽസ് അയച്ചു കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടല്ലോ, ഒരു പരിധി വരെ ഈ അമേരിക്കയുടെ എയർ ഡിഫൻസ് സിസ്റ്റമാണ് UAE ഉപയോഗിക്കുന്നത്. എത്ര ശ്രമിച്ചു കഴിഞ്ഞാലും, ഇന്നലെ തന്നെ കണ്ടില്ലേ ഇസ്രായേലിൻ്റെ ഒരു പരിധി വരെ ഒരു 100 വിട്ട് കഴിഞ്ഞാൽ 10 ഇവിടുന്ന് കിടന്ന് പൊട്ടും. പക്ഷേ നേരെ മറിച്ച് ഇസ്രായേലിലും ഇറാനും മാതിരിയല്ല, ഈ ദുബായിലും സൗദിയായാലും ബഹുനില കെട്ടിടങ്ങൾ, അമ്പരചുംബികളായ ബിൽഡിങ്ങൾ, കൊമേഴ്ഷ്യൽ ഏരിയകൾ, സ്പേസസ്, അത്രയും വലിയ ഒരുപാട് കോടികൾ ട്രില്യൺ ഡോളേഴ്സ് ഇൻവെസ്റ്റ് ചെയ്ത് കെട്ടി ഉയർത്തിയ സാമ്രാജ്യമാണ് ദുബായിലും സൗദിയിലൊക്കെ ഉള്ളത്. അപ്പോൾ ആ ഒരു സ്ഥലത്ത്, അതായത് നമ്മൾ ഒരു സൂചി ഇട്ടാൽ പോലും താഴെ എത്താത്ത തരത്തിലാണ് കാര്യങ്ങൾ അവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു സ്ഫോടനം നടന്നാൽ, ഒരു വലിയ മിസൈൽ വന്ന് വീണ് കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളായിരിക്കും സൃഷ്ടിക്കുക. അത് ഒരുപാട് ജനങ്ങളുടെ ജീവനും ജനങ്ങളുടെ സ്വത്തിനും അവർക്ക് ദുബായിലെ മാത്രമല്ല അവർക്ക് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അവിടെ ഈ ദുബായുമായി ബന്ധപ്പെട്ട് എല്ലാ രാജ്യങ്ങളിലേക്കും ഇപ്പോൾ എയർ സർവീസൊക്കെ ഉള്ളതാണ് ഒരുപാട് രാജ്യങ്ങളിലേക്ക്. ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട് ഇന്ത്യയിൽ തന്നെ അടക്കം ഏകദേശം ഇനി ഒരാഴ്ച കഴിഞ്ഞാൽ മാത്രമേ അടുത്ത സർവീസ് എന്നും ഉണ്ടാവൂ എന്ന് ഇപ്പോൾ ഒഫീഷ്യലി പുറത്തു വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ നോമ്പിൻ്റെ സമയത്ത് ആൾക്കാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകേണ്ട സമയമാണ്. എല്ലാവരും അവിടെ പെട്ട് കിടക്കുകയാണ്. പൊതുവേ കഴിഞ്ഞ 2 ദിവസമായിട്ട് ഈ GCC കൺട്രീസിലൊക്കെ ഭയങ്കര പാനിക്കാണ് ആൾക്കാരെന്ന് വെച്ചാൽ അവിടെ മാളുകളിൽ പോയിട്ട് ഫുഡ് ബൾക്കായിട്ട് കളക്ട് ചെയ്ത് വെക്കുന്നു. അതെന്ന് വെച്ചാൽ മുമ്പ് കുവൈത്ത് യുദ്ധമൊക്കെ ഉണ്ടായില്ല, സമാനമായ സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ അവിടെ ഭക്ഷ്യക്ഷാമം ഉണ്ടാകുന്നില്ല കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ ആൾക്കാരെ വെറുതെ പാനിക് ആക്കണ്ട എന്ന
വിചാരിച്ചുകൊണ്ടാണ് ഇത്തരം ഡ്രോൺ അറ്റാക്കിൻ്റെ വാർത്തകൾ അധികം സ്പ്രെഡ് ചെയ്യാത്തത്. അപ്പോൾ അത് അമേരിക്കയുടെ സൈനികരെ തന്നെ വളരെ നല്ല രീതിയിൽ അത് ഹാൻഡിൽ ചെയ്തിട്ടുണ്ടെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട്. അപ്പോൾ ഇതിന് മുന്നേ തന്നെ ഈ കുറച്ച് നാളായി അമേരിക്ക ഈ ഇറാനെ ഇങ്ങനെ അന്ത്യശാസനം കൊടുത്തിരിക്കുകയാണ്. അതായത് ഞങ്ങളനുസരിച്ച് ഞങ്ങളുടെ പറയുന്ന മാതിരി അവിടെ ഒരു ഗവൺമെൻറ് ഉണ്ടായിട്ടില്ലെങ്കിൽ, അതായത് അവിടെ മത കോടതികൾ ഉണ്ടാകാൻ പാടില്ല, മത പോലീസ് ഉണ്ടാകാൻ പാടില്ല, പ്യുവർ പ്രോപ്പർ ഡെമോക്രസി അവിടെ വേണം, ഞങ്ങൾ പറയുന്ന കണ്ടീഷൻസൊക്കെ അംഗീകരിച്ചാലും ഞങ്ങൾ കയറി അടിക്കുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല എന്ന് മാസങ്ങൾക്ക് മുന്നേ തന്നെ ഡൊണാൾഡ് ട്രംപ് ഇത് കൊടുത്തിരിക്കുക, വാണിംഗ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് തന്നെ ഇവരെ അമേരിക്കയുടെ ഒരു തിട്ടൂരത്തിനും ഖമേനി വഴങ്ങിക്കൊടുക്കാൻ തയ്യാറായിരുന്നില്ല. അപ്പോൾ ആ സമയത്ത് തന്നെ അദ്ദേഹം വലിയ രീതിയിലുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയിരുന്നു. ഇൻ കേസ് ഈ അമേരിക്കയുടെ ഒരു ആയുധം ഇവിടെ ഇറാൻ്റെ മണ്ണിൽ വീണ് നമ്മുടെ പൗരന്മാർക്കോ നമ്മുടെ സ്വത്തിനോ നമ്മുടെ അങ്ങനെയുള്ള ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടിക്ക് എന്തെങ്കിലും ഒരു തരി പോറലേറ്റ് കഴിഞ്ഞാൽ അതിൻ്റെ പ്രത്യാഘാതം വളരെ ഗുരുതരമായിരിക്കും. അതിൻ്റെ പ്രത്യേകത അനുഭവിക്കുന്നത് GCC കൺട്രി ആയിരിക്കും. കാരണം എന്ന് വെച്ചാൽ ഈ GCC കൺട്രികളെല്ലാം അമേരിക്കയുടെ കളിപ്പാവകളാണ്. അമേരിക്ക പറയുന്ന സ്ഥലത്ത് നിന്നും കുനിഞ്ഞു നിൽക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ കുനിഞ്ഞു നിന്ന് വരാൻ പറഞ്ഞു കഴിഞ്ഞാൽ മുട്ടിലിഴഞ്ഞ് വരുന്ന ടീമുകളാണ് ഈ GCC കൺട്രികൾ. അപ്പോൾ ഇവിടെ എല്ലാം അവർക്ക് സൈനിക താവളമുണ്ട്. അത് അട്ടിച്ച് ചാമ്പലാക്കും തന്നെയാണ്. ബുർജ് ഖലീഫ, മറ്റേ പാം ജുമേറ, ഇവിടെയൊക്കെ വലിയ രീതിയിലുള്ള അറ്റാക്കുകൾ അഴിച്ചുവിടുമെന്ന് തന്നെയാണ് അവർ പരസ്യമായി പറഞ്ഞ കാര്യമാണ്. അവർക്ക് ആവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് വലിയ രീതിയിലുള്ള അമേരിക്കക്കെതിരെ ഒരു വികാരം ഉണ്ടാക്കിയെടുക്കണം. അതിനെന്താ വേണ്ടത്? അറബ് കൺട്രീസിലൊക്കെ വലിയ രീതിയിൽ നാശനഷ്ടങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അമേരിക്കയാണ് അതിന് ഉത്തരം പറയേണ്ടത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമേരിക്കയിൽ പോലും അമേരിക്കൻ പൊളിറ്റീഷ്യൻസ് പോലും വലിയ രീതിയിലുള്ള അവിടുത്തെ പ്രതിപക്ഷം പോലും വലിയ രീതിയിലുള്ള എതിർപ്പ് ഈ ട്രംപിനോട് പ്രകടിപ്പിച്ചിരിക്കുകയാണ്. എന്താണ് ഈ അസമയത്ത് ഇങ്ങനൊരു യുദ്ധം എന്നില്ലേ? അപ്പോൾ ഇനി ഈ GCC കൺട്രീസിൽ വലിയ രീതിയിൽ നാശനഷ്ടങ്ങളുണ്ടായി, അവിടെ വലിയൊരു ഡിലേമ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരവാദിത്തം ഫുള്ള് ഡൊണാൾഡ് ട്രംപ് അമേരിക്ക ഏറ്റെടുക്കേണ്ടി വരും എന്നാണ് അവിടുത്തെ അമേരിക്കയിലെ പൊളിറ്റീഷ്യൻസ്, പ്രതിപക്ഷ പാർട്ടികളൊക്കെ പറയുന്നത്. ശരിയാണ്. അതായത് അതുകൊണ്ട് തന്നെയാണ് ഡൊണാൾഡ് ട്രംപ് ഒരു പഴം മുന്നേ എറിയാൻ വേണ്ടി അത് ഇറാനെ സെയിം ടൈമിൽ ഇറാനെ ആക്രമിക്കുമെന്ന് പറയുന്നു. അടുത്ത ദിവസം തൻ്റെ സോഷ്യൽ ട്രൂത്ത് എന്ന് പറയുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ പറയുന്നു, ഞാൻ ഒരിക്കലും GCC കൺട്രീസിലെ അമേരിക്കൻ എയർബേസ് ഇവിടെ അറ്റാക്ക് ചെയ്യാൻ ഉപയോഗിക്കില്ല എന്ന് പരസ്യമായി പറയുകയും ചെയ്യുന്നു. അപ്പോൾ അത് തന്നെയാണ്. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ കേസ് എന്തെങ്കിലും GCC കൺട്രി നിങ്ങൾ നാളെ നമ്മൾ അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ഇറാനെ ആക്രമിച്ചു കഴിഞ്ഞാൽ ഇറാൻ ഒരിക്കലും GCC കൺട്രി ആക്രമിക്കരുത് എന്നുള്ള ഒരു മെസ്സേജ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പരസ്യമായിട്ട് ഡൊണാൾഡ് ട്രംപ് അത്തരത്തിലെ സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയത്. അപ്പോൾ എന്ത് തന്നെയായാലും ഈ പ്രവാസി ലോകത്ത് വലിയ രീതിയിലുള്ള ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകാൻ പോകുന്നു എന്ന തരത്തിലാണ് കാര്യങ്ങൾ പോകുന്നത്. ഈ ഡൊണാൾഡ് ട്രംപ് പറയുന്ന മാതിരി നാല് ദിവസം കൊണ്ട് യുദ്ധം നിർത്തുമെന്നൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്ന കേസല്ല. ഞങ്ങൾക്കറിയാം, ഞങ്ങളുടെ മുമ്പിൽ ഏറ്റവും പുതിയ റീസെൻ്റ് ആയിട്ടുള്ള ഒരു ഇതെന്താണെന്ന് വെച്ചാൽ ഉദാഹരണം എന്താണെന്ന് വെച്ചാൽ റഷ്യ-ഉക്രൈൻ യുദ്ധം. റഷ്യ വെറും 18 ദിവസം കൊണ്ട് ഉക്രൈനെ കീഴ്പ്പെടുത്തും, ആ യുദ്ധം അവസാനിപ്പിക്കുന്നു പറഞ്ഞാണ്. ഇപ്പോൾ എത്ര വർഷമായി? 2-3 വർഷം ആവാൻ പോവുകയാണ്. അപ്പോൾ ഇതേമാതിരി ഒരു കാൽക്കുലേഷനിൽ പോയി കഴിഞ്ഞാൽ നടക്കില്ല. ഡൊണാൾഡ് ട്രംപിൻ്റെ ആ കാൽക്കുലേഷൻ നടക്കില്ല. കാരണം വെച്ചാൽ ഇറാനെ അത്ര പെട്ടെന്ന് നമുക്ക്, അതായത് ഇവരെ ചെയ്ത മാതിരി നടത്താൻ പറ്റില്ല. മറ്റുള്ള രാജ്യങ്ങളെ മാതിരി പെട്ടെന്ന് അങ്ങ് കീഴ്പ്പെടുത്താൻ പറ്റില്ല. അവർ ഏതൊക്കെ തരത്തിലുള്ള കാര്യങ്ങളാണ് അവിടെ ചെയ്തു വെച്ചത്. അത് ആണവോർജ്ജം, ആണവായുധ, യുറാനിയം സമ്പുഷ്ടീകരണമൊക്കെ അവർ നടത്തിയെന്നുള്ള വാർത്തകളൊക്കെ പുറത്തു വന്നിരുന്നു. അപ്പോൾ ഏതെങ്കിലും പോയിന്റിൽ ഇത് വലിയ രീതിയിൽ ആക്രമണം കടുപ്പിച്ചു കഴിഞ്ഞാൽ, അമേരിക്ക ഇസ്രായേലും കടുപ്പിച്ചു കഴിഞ്ഞാൽ ഈ ഇറാനി പിന്നെ ഒന്നും നോക്കേണ്ടി വരില്ല. അവർ തന്നെ ഒഫീഷ്യലി പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ താഴേക്ക് പോകുകയാണെങ്കിൽ ഈ GCC കൺട്രീസിനും കൂടെ കൊണ്ടേ ഞങ്ങൾ താഴേക്ക് പോകും എന്നുള്ള ഒരു ക്ലിയർ മെസ്സേജ് ഇറാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് തന്നെയാണ് അറബ് ലോകത്ത് വലിയ രീതിയിൽ ആശങ്ക സൃഷ്ടിക്കുന്നത്. നന്ദി, നമസ്കാരം. മറ്റു വീഡിയോ കാണാം.